സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 11 അപ്ഡേറ്റ്സ് ആണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 1, ഷോർട്ട് ലിസ്റ്റ് 3 ഉൾപ്പെടെ 4 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് 2, ഇൻ്റർവ്യൂ അറിയിപ്പ് 2, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അറിയിപ്പ് 1, പ്രാക്ടിക്കൽ എക്സാം അറിയിപ്പ് 1, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1. ആദ്യം റാങ്ക് ലിസ്റ്റ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 66/2023. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഷീറ്റ് മെറ്റൽ വർക്കർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കാറ്റഗറി നമ്പർ 664/2023. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഷീറ്റ് മെറ്റൽ വർക്കർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കാറ്റഗറി നമ്പർ 664/2023 എന്ന തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി 29/1/2025 വെനിസ്ഡേ 7:15 മുതൽ 9:15 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു. അടുത്തതൊരു പ്രാക്ടിക്കൽ എക്സാം അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മോൾഡർ കാറ്റഗറി നമ്പർ 94/2023. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിലെ മോൾഡർ കാറ്റഗറി നമ്പർ 94/2023 എന്ന തസ്തികയിലേക്ക് പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രായോഗിക പരീക്ഷ 22/1/2025, 23/1/2025 എന്നീ തീയതികളിൽ സെൻട്രൽ പോളിടെക്നിക് കോളേജ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ സ്വന്തം ചെലവിൽ പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് അവരവരുടെ പ്രൊഫൈലിൽ ലഭ്യമാണ്. പ്രസ്തുത പ്രായോഗിക പരീക്ഷ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ നൽകിയിട്ടുണ്ട്. സംശയങ്ങൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിലെ GR8 വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464440. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് കാറ്റഗറി നമ്പർ 52/2021. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് കാറ്റഗറി നമ്പർ 52/2021 എന്ന തസ്തികയുടെ അഭിമുഖം 22/1/2025, 23/1/2025 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ ബഹുമാനപ്പെട്ട കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അഡ്മിഷൻ ടിക്കറ്റ്, വ്യക്തിവിവരക്കുറിപ്പ് എന്നിവ സഹിതം പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത മെമ്മോയിൽ പറയുന്ന നിശ്ചിത തീയതിയിലും സമയത്തും സ്ഥലത്തും അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിക്കുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പ്, പ്രൊഫൈൽ മെസ്സേജ്, SMS എന്നിവ വഴി നൽകിയിട്ടുണ്ട്. അഭിമുഖത്തിന് 3 ദിവസം മുമ്പ് വരെ അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെൻറ് റിക്രൂട്ട് GR2B വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125463224. കൂടാതെ കേരള PSC വെബ്സൈറ്റിലെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, അനൗൺസ്മെൻറ്റ് എന്നീ ലിങ്കുകൾ പരിശോധിക്കേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് LD ടൈപ്പിസ്റ്റ് ക്ലർക്ക് എക്സ് സർവീസ്മെൻ ഓൺലൈൻ കാറ്റഗറി നമ്പർ 714/2023. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 302/2023. തിരുവനന്തപുരം ജില്ലയിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് വകുപ്പിലെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 302/2023 എന്ന തസ്തികയുടെ അഭിമുഖം 16/1/2025, 17/1/2025 എന്നീ തീയതികളിലായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ
തിരുവനന്തപുരത്തുള്ള ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ ബഹുമാനപ്പെട്ട കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ, മൊബൈൽ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈൽ പരിശോധിക്കേണ്ടതാണ്. ഇൻ്റർവ്യൂ മെമ്മോ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ്, കാറ്റഗറി നമ്പർ 663/2023. ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് ഇൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 663/2023 എന്ന തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി 21/1/2025 ചൊവ്വാഴ്ച 7:15 മുതൽ 9:15 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം, കാറ്റഗറി നമ്പർ 707/2023. തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എന്ന തസ്തികയുടെ കാറ്റഗറി നമ്പർ 707/2023 ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള വൺ ടൈം വെരിഫിക്കേഷൻ 2025 ജനുവരി 20, 21, 22, 23, 27 എന്നീ തീയതികളിൽ രാവിലെ 10:30 മുതൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പട്ടം ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, SMS എന്നിവയിലൂടെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൃത്യസമയത്ത് എത്തിച്ചേരേണ്ടതാണ്. അടുത്തതൊരു ഇറാറ്റൻ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ, കാറ്റഗറി നമ്പർ 707/2023 മലയാളം മീഡിയം. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്ക്, എക്സ് സർവീസ്മെൻ ഉള്ളി, കാറ്റഗറി നമ്പർ 714/2023. കേരള സംസ്ഥാന ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിലെ ജൂനിയർ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് ഉദ്യോഗക്കയറ്റം വഴി നിയമനം ലഭിക്കുന്നതിനുള്ള അർഹത നിർണയ പരീക്ഷ, കാറ്റഗറി നമ്പർ 123/2024 എന്ന തസ്തികയുടെ ഫല വിജ്ഞാപനം കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്ര മാറ്റം അറിയിപ്പ്. 18/1/2025 നടത്തുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 6/2024 എന്ന തസ്തികയിലേക്കുള്ള OMR പരീക്ഷയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ചുവടെ പറയും പ്രകാരം പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. കോഴിക്കോട് പഴയ പരീക്ഷാ കേന്ദ്രം ഗവൺമെൻറ് ഗണപത് ബോയ്സ് HS, ചാലപ്പുറം PV സ്വാമി റോഡ്, ചാലപ്പുറം PO, കോഴിക്കോട്. പുതിയ പരീക്ഷാ കേന്ദ്രം ഗവൺമെൻറ് UP സ്കൂൾ കല്ലായി PO, കോഴിക്കോട്. ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ 10,32,806 മുതൽ 10,33,105 വരെ. മേൽ സൂചിപ്പിച്ച പഴയ പരീക്ഷാ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതേണ്ട ഉദ്യോഗാർത്ഥികൾ പ്രസ്തുത സെൻറ്ററിലെ അഡ്മിഷൻ ടിക്കറ്റോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത പുതിയ പരീക്ഷാ സെൻറ്ററിൻ്റെ അഡ്മിഷൻ ടിക്കറ്റുമായി പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരായി പരീക്ഷ എഴുതേണ്ടതാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ജോഗ്രഫി. ഹെഡ് ഓഫീസിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ IRB കമാൻഡോ വിങ്. കോട്ടയം ജില്ലയിലേക്ക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് സെക്കൻഡ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC/ST, കാറ്റഗറി നമ്പർ 38/2010. ഹെഡ് ഓഫീസിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ
IRB റെഗുലർ വിങ്. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിലേക്ക് അഗ്രികൾച്ചറൽ ഓഫീസർ പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി. കൊല്ലം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് SBCID. ഹെഡ് ഓഫീസിൽ നിന്നും കിത്താഡ്സിലേക്ക് ഇൻവെസ്റ്റിഗേറ്റർ ആന്ത്രോപോളജി ആൻഡ് സോഷ്യോളജി. ഹെഡ് ഓഫീസിൽ നിന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള പോലീസ് സർവീസസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി. കണ്ണൂർ ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്നും മ്യൂസിയം ആൻഡ് സൂസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പമ്പ് ഓപ്പറേറ്റർ. കണ്ണൂർ ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ്. കണ്ണൂർ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. കണ്ണൂർ ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NCA SIUC നാടാർ വിഭാഗക്കാർക്കായി. പത്തനംതിട്ട ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ്. കോട്ടയം ജില്ലയിലേക്ക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ കമ്പൈലർ ഇൻവെസ്റ്റിഗേറ്റർ. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിലേക്ക് പ്യൂൺ വാച്ച്മാൻ. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമംഗ് ദ പാർട്ട് ടൈം എംപ്ലോയീസ് ഇൻ KSFE ലിമിറ്റഡ്. ഹെഡ് ഓഫീസിൽ നിന്ന് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ സെക്കൻഡ് NCA മുസ്ലിം വിഭാഗക്കാർക്കായി. കോട്ടയം ജില്ലയിലേക്ക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് സെക്കൻഡ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഗ്രേഡ് സെക്കൻഡ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ PH. കോട്ടയം ജില്ലയിലേക്ക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് സെക്കൻഡ്, കാറ്റഗറി നമ്പർ 39/2020. കോട്ടയം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്ന് ഹാൻഡെക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടെക്നിക്കൽ സൂപ്പർവൈസർ. ഹെഡ് ഓഫീസിൽ നിന്ന് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ എക്കണോമിക്സ്. ആലപ്പുഴ ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. ആലപ്പുഴ ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ്. ഇടുക്കി ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക്. ഹെഡ് ഓഫീസിൽ നിന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ബയോകെമിസ്ട്രി. ഹെഡ് ഓഫീസിൽ നിന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജെനിറ്റോ യൂറിനറി സർജറി യൂറോളജി. ഇടുക്കി ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫാർമസി. ഹെഡ് ഓഫീസിൽ നിന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പതോളജി. ഇടുക്കി ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഹെഡ് ഓഫീസിൽ നിന്ന് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ. കണ്ണൂർ ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.